ഗുഡ് ആഫ്റ്റർനൂൺ 1 PM ന്യൂസിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. ശബരിമലയിൽ സ്വർണ്ണക്കൊള്ളയുടെ ഞെട്ടിക്കുന്ന കൂടുതൽ വിവരങ്ങൾ പുറത്ത്. ശ്രീകോവിലിന്റെ കട്ടിളയ്ക്ക് മുകളിലെ പ്രഭാമണ്ഡലം പൊതിഞ്ഞ സ്വർണ്ണപ്പാളിയും കൊള്ളയടിച്ചെന്ന് പ്രത്യേക അന്വേഷണ സംഘം കണ്ടെത്തി. കട്ടിളപ്പാളികൾക്ക് മുകളിലെ ശിവരൂപം, വ്യാളിരൂപം എന്നിവയിലെ സ്വർണം കവർന്നു. കോടതിയിൽ സമർപ്പിച്ച കസ്റ്റഡി അപേക്ഷയിലാണ് SIT ഇക്കാര്യം വ്യക്തമാക്കുന്നത്. വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ഷഫീദ് റാവുത്തറാണ് ചേരുന്നത്. ഷഫീദെ, ഗുഡ് ആഫ്റ്റർനൂൺ. സ്വർണ്ണക്കൊള്ളയുടെ വ്യാപ്തി അത് ചെറിയ കാര്യങ്ങളിൽ ഒതുങ്ങുന്നില്ല, കൂടുതൽ കാര്യങ്ങൾ വ്യക്തമാവുകയാണോ SIT റിപ്പോർട്ടിൽ? ക്രിസ്ത്യന, ഉറപ്പായിട്ടും. കാരണം ഇതുവരെ നമ്മുടെ മുൻപിൽ ഉണ്ടായിരുന്ന SITയിൽ നമുക്ക് ലഭിച്ച വിവരപ്രകാരം ശബരിമല സന്നിധാനത്തെ ദ്വാരപാലക ശില്പങ്ങളിലെ സ്വർണ്ണപ്പാളികളും അതേപോലെ കട്ടിളയിലെ സ്വർണ്ണപ്പാളികളും അത് കവർന്നെടുക്കാനുള്ള നീക്കം എന്നുള്ളതായിരുന്നു. എന്നാൽ ഈ പങ്കജ് ഭണ്ഡാരി, ഗോവർദ്ധൻ, ഉണ്ണികൃഷ്ണൻ പോറ്റി എന്നിവരെ വീണ്ടും ചോദ്യം ചെയ്യുന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തിയത് പോലും SITയോട് അത്തരം കാര്യങ്ങളിലെ സംശയമാണ്. ഈ കോടതിയിൽ ഇവർക്കായി നൽകിയിട്ടുള്ള കസ്റ്റഡി അപേക്ഷയിൽ SIT പറയുന്നത് ഈ പങ്കജ് ഭണ്ഡാരിയെ, സ്മാർട്ട് ക്രിയേഷൻ CEO പങ്കജ് ഭണ്ഡാരിയെ ചോദ്യം ചെയ്തതിൽ നിന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റി വഴി ശബരിമലയിലെ ചില കാര്യങ്ങൾ സ്വർണം പൂശുന്നതിന് വേണ്ടി സ്മാർട്ട് ക്രിയേഷൻസിലേക്ക് എത്തിച്ച കാര്യങ്ങൾ അത് ഏതൊക്കെയാണ് എന്നുള്ള കാര്യം പറയുമ്പോഴാണ് ഈ ദശാവതാരങ്ങൾ, അതായത് ശ്രീകോവിലിന്റെ വാതിൽ കട്ടിടയിൽ ഘടിപ്പിച്ചിരുന്ന ദശാവതാരങ്ങൾ ആലേഖനം ചെയ്തിരിക്കുന്ന സ്വർണം പതിച്ച 2 ചെമ്പ് പാളികൾ, രാശിചിഹ്നങ്ങൾ ആലേഖനം ചെയ്തിരിക്കുന്ന സ്വർണം പതിച്ച 2 ചെമ്പ് പാളികൾ, കട്ടിളയുടെ മുകൾപ്പടി സ്വർണം പതിച്ച ചെമ്പ് പാളി, കട്ടിളയ്ക്ക് മുകളിൽ പതിച്ചിട്ടുള്ള സ്വർണം പതിച്ച പ്രഭാമണ്ഡല പാളികൾ പതിച്ചിരുന്ന സ്വർണം, ശബരിമല ശ്രീകോവിലിലെ ദ്വാരപാലക ശില്പപാളികളിലെയും പില്ലർ പ്ലേറ്റുകളിലും പതിച്ചിരുന്ന സ്വർണവും ചെന്നൈ സ്മാർട്ട് ക്രിയേഷൻസിലേക്ക് എത്തിച്ച രാസമിശ്രിതം ഉപയോഗിച്ച് സ്വർണം വേർതിരിച്ചെടുത്തു എന്നുള്ളതാണ് SIT ഇപ്പോൾ വ്യക്തമാക്കുന്ന കാര്യം. അപ്പോൾ ഏതാണ്ട് 7ഓളം പാളികളിൽ നിന്ന് സ്വർണം വേർതിരിച്ചെടുക്കാനുള്ള നീക്കം ഇവരുടെ ഭാഗത്ത് നിന്നുണ്ടായി എന്നുള്ളതാണ് അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തൽ. ഈ കണ്ടെത്തലാണ് കസ്റ്റഡി അപേക്ഷയിൽ SIT സൂചിപ്പിച്ചിരിക്കുന്ന കാര്യം. അത് ഒന്നാമത്തേത്, ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട അതിന്റെ ഒരു വ്യാപ്തി കൂടുതൽ വർദ്ധിക്കുന്നു എന്നുള്ളതാണ് അതിലെ ഗൗരവമുള്ള കാര്യം. ഇനി രണ്ടാമത്തെ കാര്യം, 8-ാം തീയതിയാണ് ഇതുമായി ബന്ധപ്പെട്ട BSSC പരിശോധനാ ഫലം കിട്ടേണ്ടത്. അതായത് ശബരിമലയിലെ ഇപ്പോഴുള്ള പാളികളിൽ നിന്ന് സാമ്പിളുകൾ എടുത്ത് പരിശോധനയ്ക്ക് അയച്ച ഫലം കിട്ടുന്നത് 8-ാം തീയതിയാണ്. ആ ഫലം കിട്ടാൻ വേണ്ടി കാത്തിരിക്കുകയാണെന്നും SIT ഈ കസ്റ്റഡി അപേക്ഷയിൽ പറയുന്നുണ്ട്. അതായത് നിലവിൽ ഇപ്പോൾ ബെല്ലാരിയിലെ റൊദ്ദം ജ്വല്ലറിയിൽ നിന്ന്, ഗോവർദ്ധന്റെ റൊദ്ദം ജ്വല്ലറിയിൽ നിന്ന് പിടിച്ചെടുത്ത ഏതാണ്ട് 670 ഗ്രാം സ്വർണ്ണമുണ്ട്. അതേപോലെ തന്നെ സ്മാർട്ട് ക്രിയേഷൻസിൽ നിന്ന് പിടിച്ചെടുത്ത 100-ലധികം ഗ്രാം സ്വർണ്ണമുണ്ട്. ഈ 2 കാര്യങ്ങളും ഇവർ ഈ പറയുന്നത് പോലെ തന്നെ ഈ സ്മാർട്ട് ക്രിയേഷൻസിലേക്ക് എത്തിച്ച ഈ ശബരിമലയിലെ പാളികളിൽ നിന്ന് അടർത്തിയെടുത്തതാണ്, വേർതിരിച്ചെടുത്തതാണ് എന്നുള്ള കാര്യം സ്ഥിരീകരിക്കണം. അതാണെങ്കിൽ മാത്രമാണ് നിലവിൽ ഇപ്പോൾ ഈ കേസ് പോകുന്നത് പോലെ സ്വർണ്ണക്കൊള്ള എന്ന രീതിയിൽ കേസ് പോവുക. അതല്ലെങ്കിൽ അതിനൊക്കെ അപ്പുറത്തേക്ക് ശബരിമലയിലെ വിശ്വാസത്തിന്റെ ഭാഗമായിട്ടുള്ള പാളികൾ തന്നെ കവർന്ന സംഭവമായി, കേസായി ഇത് മാറുകയും ചെയ്യും. ഏതായാലും ഇപ്പോൾ പുറത്തു വരുന്ന വിവരങ്ങൾ അത് ഗൗരവമുള്ളതാണ്. കാരണം ശബരിമലയിൽ നിന്ന് കൂടുതൽ സ്വർണ്ണങ്ങൾ കൊള്ളയടിച്ചു എന്നുള്ള വിവരമാണ് ഇപ്പോൾ ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നത്. ക്രിസ്റ്റീന, ഈ കസ്റ്റഡി അപേക്ഷയിൽ എന്തായാലും SIT നൽകിയിരിക്കുന്നത് സ്വർണ്ണക്കൊള്ളയുടെ വ്യാപ്തി അതൊരു ചെറിയ കേസല്ല, ഒരു വലിയ കൊള്ളയാണ് എന്ന രീതിയിലുള്ള കാര്യങ്ങളാണ് കസ്റ്റഡി അപേക്ഷയിൽ നൽകിയിരിക്കുന്നത്. ഷഫീദാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. ശബരിമല സ്വർണ്ണക്കൊള്ളയുടെ കൂടുതൽ വിവരങ്ങൾ പുറത്തുവരുന്നെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ പ്രതികരിച്ചു. കോടതിക്ക് മുന്നിൽ ഈ വിവരങ്ങൾ വന്നില്ലെങ്കിൽ അയ്യപ്പന്റെ തങ്ക വിഗ്രഹം പോലും അടിച്ചു മാറ്റിയേനെ എന്നും പ്രതിപക്ഷ നേതാവ് പറഞ്ഞു. ഇവരെല്ലാം രക്ഷപ്പെടുത്തുകയാണ്. അതാണ് ഏറ്റവും പ്രധാന പ്രശ്നം. അയ്യപ്പന്റെ സ്വർണം കവർന്നതിൻ്റെ പേരിൽ ജയിലിലായ ഒരാൾക്കെതിരെ പോലും ഇവർ നടപടിയെടുക്കുന്നില്ല. അതിൻ്റെ അർത്ഥം എന്താ? അവരെ പ്രൊട്ടക്റ്റ് ചെയ്യാണ്, സംരക്ഷിക്കുകയാണ് പാർട്ടി. കടുത്ത CPM കാരനായ ഒരു ഉദ്യോഗസ്ഥൻ്റെ അറിവോടുകൂടിയാണ് CPM പക്ഷപാതികളായ 2 പേരെ ഇപ്പോൾ SITയിൽ വെച്ചിരിക്കുന്നത്. മുഖ്യമന്ത്രിയുടെ ഓഫീസിൻ്റെ നിർദ്ദേശപ്രകാരം ഓപ്പറേറ്റ് ചെയ്തിട്ടാണ് ഇതെല്ലാം ചെയ്യുന്നത്. അപ്പോൾ മുഖ്യമന്ത്രിയുടെ ഓഫീസിൻ്റെ സമ്മർദ്ദം ഈ SITയുടെ മീതെ ഉണ്ട്. അന്ന് ഇത് കോടതിയുടെ മുമ്പാകെ ഈ വിവരം വന്നില്ല, കോടതി ഇത് വെളിപ്പെട്ടില്ലായിരുന്നെങ്കിൽ അയ്യപ്പന്റെ തങ്ക വിഗ്രഹം വരെ ഇവന്മാരെ അടിച്ചു മാറ്റിയാണ്. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ SITയെ ചൊല്ലി CPIM കോൺഗ്രസ് വാക്പോര്. മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ ലക്ഷ്യമിട്ട SITക്ക് മേൽ സർക്കാർ സമ്മർദ്ദമുണ്ടെന്നാണ് കോൺഗ്രസ് ആരോപണം. കോൺഗ്രസ് നേതാക്കളെ ചോദ്യം ചെയ്യുമ്പോഴുള്ള പരിഭ്രാന്തിയാണ് പ്രതിപക്ഷത്തിനെന്നാണ് CPIMന്റെ പ്രതികരണം. UDF കൺവീനർ അടൂർ പ്രകാശിനെ SIT ചോദ്യം ചെയ്തേക്കുമെന്ന റിപ്പോർട്ടുകൾക്കിടെയാണ് SITയെ ചൊല്ലി ഭരണ പ്രതിപക്ഷ വാക്പോര്. പ്രത്യേക അന്വേഷണ സംഘത്തിനുമേൽ സമ്മർദ്ദമുണ്ടെന്നാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ ലക്ഷ്യമിട്ട പ്രതിപക്ഷ നേതാവിന്റെ ആരോപണം. P. ശശി ഉണ്ടാക്കിയ പണിയാണിതെന്നും തനിക്കൊന്നും മറച്ചുവെക്കാനില്ലെന്നും അടൂർ പ്രകാശ്. കടുത്ത CPM കാരനായ ഒരു ഉദ്യോഗസ്ഥന്റെ അറിവോടുകൂടിയാണ് CPM പക്ഷപാതികളായ 2 പേരെ ഇപ്പോൾ SITയിൽ വെച്ചിരിക്കുന്നത്. മുഖ്യമന്ത്രിയുടെ ഓഫീസിൻ്റെ നിർദ്ദേശപ്രകാരം ഓപ്പറേറ്റ് ചെയ്തിട്ടാണ് ഇതെല്ലാം ചെയ്യുന്നത്. അപ്പോൾ മുഖ്യമന്ത്രിയുടെ ഓഫീസിൻ്റെ സമ്മർദ്ദം ഈ SITയുടെ മീതെ ഉണ്ട്. മുഖ്യമന്ത്രിയുടെ ഓഫീസുമായി ബന്ധപ്പെട്ടുകൊണ്ട് പൊളിറ്റിക്കൽ സെക്രട്ടറി ആണെന്ന് എനിക്ക് തോന്നുന്നു ശശി ഉണ്ടാക്കിയിട്ടുള്ള ഒരു പണിയാണ്
ഇപ്പോൾ നടന്നിട്ടുള്ളത്. എനിക്ക് ഒന്നും മറച്ചു വെക്കുവാനുമില്ല. ഏതവസരത്തിൽ അറിയിച്ചാലും അവിടെ എത്തുവാനും തയ്യാറാണ്. SITക്ക് മേൽ സമ്മർദ്ദമുണ്ടെന്ന് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാലും ആരോപിച്ചു. എന്നാൽ അന്വേഷണം തങ്ങളിലേക്ക് വരുമ്പോൾ പ്രതിരോധിക്കാനുള്ള ബോധപൂർവമായ ഇടപെടലാണ് SITക്ക് മേലുള്ള ആരോപണമെന്ന് CPIM കുറ്റപ്പെടുത്തുന്നു. UDF കൺവീനർ ഉൾപ്പെടെ ചോദ്യം ചെയ്യാനൊരുങ്ങുമ്പോൾ പ്രതിപക്ഷ നേതാവിന് പരിഭ്രാന്തിയെന്നും വിമർശനം. എന്താ അവർ പറയുന്നത്? SITയിൽ സംശയമുണ്ടെന്നാണ്. SIT ഇന്നലെ വരെ അംഗീകരിക്കുകയാണ്. അപ്പോൾ അന്വേഷണം കോൺഗ്രസ് ഐയുടെ നേതാക്കന്മാരായ അടൂർ പ്രകാശൻ ഉൾപ്പെടെയുള്ളവരുടെ നേരെ നീങ്ങുന്നു എന്ന് വരുമ്പോൾ തികച്ചും അവസരവാദപരമായ നിലപാട് സ്വീകരിച്ച് SITയെ തന്നെ കുറ്റപ്പെടുത്തുന്ന നിലപാടിലേക്ക് എത്തുന്നു. ഇപ്പോൾ UDF കൺവീനറെ ചോദ്യം ചെയ്യും എന്ന വാർത്ത മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തതോടുകൂടി ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവിന് SITയിലുള്ള വിശ്വാസം നഷ്ടപ്പെട്ടോ? ഉണ്ണികൃഷ്ണൻ പോറ്റിക്കൊപ്പം MPമാരായ അടൂർ പ്രകാശും ആന്റോ ആന്റണിയും സോണിയാഗാന്ധിയെ കണ്ടത് സജീവ ചർച്ചയാക്കി നിർത്താനാണ് CPIM തീരുമാനം. 24 തിരുവനന്തപുരം. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് വൈകിട്ട് 5 മണിക്ക് മാധ്യമങ്ങളെ കാണും. തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിലാണ് മുഖ്യമന്ത്രി മാധ്യമങ്ങളെ കാണുക. CPIക്കെതിരായ ചതിയൻ ചന്തു പരാമർശത്തിൽ SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശനെ തള്ളി CPIM. പാർട്ടിക്ക് അങ്ങനെ അഭിപ്രായമില്ലെന്നും മറ്റാരെങ്കിലും പറഞ്ഞതിൽ CPIMന് ഉത്തരവാദിത്തമില്ലെന്നും CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പറഞ്ഞു. വെള്ളാപ്പള്ളി നടേശന്റെ മതനിരപേക്ഷ നിലപാടുകളെയാണ് പാർട്ടി സ്വാഗതം ചെയ്തിട്ടുള്ളതെന്നും MV ഗോവിന്ദൻ വ്യക്തമാക്കി. 10 കൊല്ലത്തെ ഭരണത്തിന്റെ എല്ലാ ആനുകൂല്യങ്ങളും പറ്റിയ ശേഷം മുഖ്യമന്ത്രി പിണറായി വിജയനെ വിമർശിക്കുന്നെന്ന് ചൂണ്ടിക്കാട്ടിയാണ് വെള്ളാപ്പള്ളി നടേശൻ CPIയെ ചതിയൻ ചന്തു എന്ന് വിളിച്ചത്. ഈ പ്രതികരണത്തോട് യോജിപ്പില്ലെന്ന് വ്യക്തമാക്കുന്ന CPIM വെള്ളാപ്പള്ളിയെ തള്ളുകയാണ്. ഞങ്ങൾക്ക് അങ്ങനെ നിലപാടില്ല. ഞങ്ങൾ ആരുടെയെങ്കിലും നിലപാട് അന്വേഷിച്ചിട്ട് നോക്കുന്ന നിലപാടല്ലല്ലോ. ഞങ്ങൾക്ക് ഞങ്ങളുടേതായ നിലപാടുണ്ട്. CPIയും ഞങ്ങളും തമ്മിലാണ് ഏറ്റവും നല്ല ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭാഗമായിട്ടുള്ള 2 പ്രധാനപ്പെട്ട പാർട്ടികൾ എന്ന രീതിയിലുള്ള ഐക്യം. ആ ഐക്യം തുടർന്ന് മുമ്പോട്ടേക്ക് പോകുക എന്നുള്ളത് തന്നെയാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. അതിൻ്റെ ഉത്തരവാദിത്വം ഞങ്ങളല്ലല്ലോ. അത് ഉത്തരം പറയേണ്ടത് വെള്ളാപ്പള്ളി നടേശൻ തന്നെ ചോദിക്കുക ഉത്തരം പറയുക. വെള്ളാപ്പള്ളി നടേശന്റെ മതനിരപേക്ഷ നിലപാടുകളെയാണ് പാർട്ടി പിന്തുണച്ചത് എന്നുകൂടി വ്യക്തമാക്കുന്നതിലൂടെ അദ്ദേഹത്തിന്റെ വർഗീയ പരാമർശങ്ങളെയും CPIM പരോക്ഷമായി തള്ളുകയാണ്. വെള്ളാപ്പള്ളി നടേശൻ എടുക്കുന്ന മതനിരപേക്ഷ ഉള്ളടക്കത്തോടുകൂടിയുള്ള നമ്മുടെ നാടിൻ്റെ നമ്മുടെ കേരളത്തിൻ്റെ പൊതുവായ നിലപാടുകളോട് സമീപനങ്ങളോട് CPIMന് എല്ലാ കാലത്തും യോജിപ്പാണ്. ആ യോജിപ്പ് ഇപ്പോഴും തുടരും. എന്നാൽ അതിൽ നിന്ന് വ്യത്യസ്തമായ നിലപാടുകൾ അദ്ദേഹം എടുക്കുമ്പോൾ അതിൻ്റെ ഉത്തരവാദിത്വമൊന്നും CPIM ഏറ്റെടുക്കേണ്ട കാര്യം. അയ്യപ്പ സംഗമ വേദിയിലേക്ക് വെള്ളാപ്പള്ളി നടേശനും ഒന്നിച്ചു വന്നതിനെ ന്യായീകരിച്ച മുഖ്യമന്ത്രി അദ്ദേഹത്തിന്റെ വർഗീയ പരാമർശങ്ങളെ തള്ളിപ്പറയാനും തയ്യാറായിരുന്നില്ല. ഇതിനിടയിലാണ് MV ഗോവിന്ദൻ വെള്ളാപ്പള്ളിയെ തള്ളിപ്പറയുന്നത്. 24 തിരുവനന്തപുരം. ശബരിമലയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ സർക്കാരിനെ പ്രശംസിച്ച NSS യുവതീ പ്രവേശന വിഷയത്തിൽ ജനവികാരം മനസ്സിലാക്കി സർക്കാർ നിലപാട് മാറ്റി. ഈ നിലപാട് മാറ്റത്തിൽ വിശ്വാസികൾ ഇപ്പോൾ സന്തോഷിക്കുന്നു. സ്വർണ്ണക്കൊള്ളയിൽ രാഷ്ട്രീയ താൽപര്യങ്ങൾ വെച്ചുള്ള ദുഷ്പ്രചാരണങ്ങൾ തെറ്റെന്നും NSS വ്യക്തമാക്കി. മന്നം ജയന്തി പ്രതിനിധി സമ്മേളനത്തിൽ ജനറൽ സെക്രട്ടറി G സുകുമാരൻ നായർ നടത്തിയ സംഘടനാ വിശദീകരണത്തിലാണ് NSS നിലപാട്. പുതുവത്സര സമ്മാനമായി നിർധന കുടുംബങ്ങൾക്ക് 1000 വീട് വെച്ച് നൽകാൻ 24. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള മലയാളി പ്രേക്ഷകരുടെ പിന്തുണയോടെയാണ് വീടുകൾ നിർമ്മിക്കുക. ഒരുപാട് അപേക്ഷകൾ നമ്മുടെ 24 ഫ്ലവേഴ്സിന് ലഭിച്ചിട്ടുണ്ട്. ഇപ്പോൾ വീടില്ലാത്തവർ, ഒരു കൂര സ്വന്തമായി ഇല്ലാത്ത ആളുകൾ, അവരുടെ വേദനയാണല്ലോ നമ്മൾ ഏറ്റവും വലുതായിട്ട് കാണേണ്ടത്. അതുകൊണ്ട് തന്നെ നമ്മൾ 1000 വീടുകൾ കൂടി നിർമ്മിക്കുമെന്ന് ഈ പുതുവത്സര ദിനത്തിൽ ഞാൻ അറിയിക്കുകയാണ്. സമൂഹ നന്മയാണ് ഒരു മാധ്യമത്തിന്റെ ആത്യന്തികമായ ലക്ഷ്യമെന്ന് വിശ്വസിക്കുന്ന 24-ൽ നിന്നും ഇതാ ഒരു പുതുവത്സര സമ്മാനം. ഭവനരഹിതരായ 1000 പേർക്ക് വീട് നിർമ്മിച്ചു നൽകുമെന്ന് പുതുവത്സര ദിനത്തിൽ 24 ചീഫ് എഡിറ്റർ R ശ്രീകണ്ഠൻ നായർ പ്രഖ്യാപിച്ചു. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള മലയാളി പ്രേക്ഷകരുടെ പിന്തുണയോടെ പദ്ധതി സാക്ഷാത്കരിക്കാനാകുമെന്നും ശ്രീകണ്ഠൻ നായർ പറഞ്ഞു. പ്രക്ഷേപകന്റെ ഏറ്റവും വലിയ ചുമതല അവന്റെ സോഷ്യൽ റെസ്പോൺസിബിലിറ്റി കൂടിയാണ് എന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു. പ്രേക്ഷകനും പ്രക്ഷേപകനും ഒന്നാകുന്ന മനോഹരമായ കാഴ്ചയിലായിരിക്കും നമ്മുടെ യാത്ര. 24 കണക്റ്റിന്റെ ആഭിമുഖ്യത്തിലായിരിക്കും പദ്ധതി നടപ്പിലാക്കുക. പദ്ധതിയിൽ പങ്കാളികളാകാൻ താൽപര്യമുള്ളവർ മുന്നോട്ട് വരണമെന്ന് R ശ്രീകണ്ഠൻ നായർ പറഞ്ഞു. K ചിറ്റിലപ്പള്ളി ഫൗണ്ടേഷനുമായി ചേർന്ന് നടപ്പാക്കുന്ന 100 വീടുകളുടെ താക്കോൽദാനം നിലവിൽ തുടരുകയാണ്. വ്യവസായി MA യൂസഫലിയുമായി ചേർന്ന് 5 വീടുകളും 24 നിർധനർക്ക് നൽകിയിരുന്നു.
MA യൂസഫ് അലിയുമായി ചേർന്ന് ഇനി 10 വീടുകൾ കൂടി നിർമ്മിക്കുമെന്നും R ശ്രീകണ്ഠൻ നായർ പറഞ്ഞു. 24ന്റെ പ്രഖ്യാപനത്തെ വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി അടക്കമുള്ളവർ പ്രശംസിച്ചു. ന്യൂസ് ഡെസ്ക് 24. ആലപ്പുഴ ഹരിപ്പാട് സർക്കാർ താലൂക്ക് ആശുപത്രിയിൽ നിന്ന് ഡയാലിസിസ് കഴിഞ്ഞു മടങ്ങിയ 2 പേർ മരിച്ചതിൽ ആരോപണവുമായി ബന്ധുക്കൾ. ഡയാലിസിസിനിടെയുണ്ടായ അണുബാധയാണ് മരണകാരണമെന്നാണ് ആരോപണം. സംഭവത്തിൽ ആരോഗ്യമന്ത്രി വീണ ജോർജ് ജില്ലാ മെഡിക്കൽ ഓഫീസറോട് റിപ്പോർട്ട് തേടി. കഴിഞ്ഞ 29-ന് ഹരിപ്പാട് താലൂക്ക് ആശുപത്രിയിൽ ഡയാലിസിസ് ചെയ്തു മടങ്ങിയ 26 പേരിൽ 6 പേർക്കാണ് ശാരീരിക അസ്വസ്ഥതകൾ അനുഭവപ്പെട്ടത്. ഗുരുതര പ്രശ്നമുള്ള 3 പേരെ വിദഗ്ധ ചികിത്സയ്ക്ക് വിധേയരാക്കിയിരുന്നു. ഇതിനിടെയാണ് ഹരിപ്പാട് സ്വദേശി രാമചന്ദ്രൻ, കായംകുളം സ്വദേശി മജീദ് എന്നിവരുടെ മരണം. ഡയാലിസിസ് സെന്ററിലെ അണുബാധയാണ് മരണകാരണമെന്ന മരിച്ച രാമചന്ദ്രന്റെ ഭാര്യ അംബിക. പോസ്റ്റ്മോർട്ടം നടത്തണമെന്ന് അവർ പറഞ്ഞില്ല. വീട്ടിൽ നിന്നുണ്ടായതാണെങ്കിൽ വീട്ടിൽ ഒരാളല്ലല്ലോ ചെയ്തത്. അവിടെ അത്രയും പേര് ഒരു വീട്ടിൽ നിന്ന് വരുന്നവരല്ല. അത്രയും പേര് ചെയ്ത 7 പേര് ചെയ്തതിൽ 5 പേർക്കും വിറയിലും വയറിളക്കവും ഛർദ്ദിച്ച് ഭർത്താവ് ബ്ലഡ് വരെ ഛർദ്ദിച്ചായിരുന്നു. സംഭവം ആരോഗ്യമന്ത്രിയെ അറിയിക്കാൻ വിളിച്ചെങ്കിലും ഫോൺ എടുക്കാൻ പോലും കൂട്ടാക്കിയില്ലെന്ന് ബന്ധുക്കൾ പറയുന്നു. ഈ ആരോഗ്യമന്ത്രിയോട് ഒറ്റ കാര്യം എനിക്ക് പറയാനുള്ളൂ. വർഷത്തിൽ ഒരിക്കലെങ്കിലും ഈ ഗവൺമെന്റ് ഹോസ്പിറ്റലുകളും താലൂക്ക് ഹോസ്പിറ്റലുകളും നിങ്ങളൊന്ന് പോയൊന്ന് നോക്കണം. നോക്കിയിട്ട് അവിടെ ഉള്ള രോഗികളോട് ചോദിക്കണം, നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ, ഹോസ്പിറ്റലിൽ ഡോക്ടർമാർ എങ്ങനെയാ സംസാരിക്കുന്നുണ്ടോ, അല്ലെ എങ്ങനെയാ ഹോസ്പിറ്റലിലെ ചുറ്റുവട്ടങ്ങൾ ഒന്ന് പോയി ചോദിക്കണം, വർഷത്തിൽ ഒരിക്കലെങ്കിലും. രമേശ് ചെന്നിത്തല ആരോഗ്യമന്ത്രിയുമായി വിഷയം ചർച്ച ചെയ്തു. അടിയന്തര റിപ്പോർട്ട് സമർപ്പിക്കാനാണ് DMOയ്ക്ക് നൽകിയ നിർദ്ദേശം. ഡയാലിസിസ് സെന്ററിലെ പ്രശ്നങ്ങളെല്ലാം മരണകാരണമെന്നാണ് ആശുപത്രി സൂപ്രണ്ടിന്റെ വിശദീകരണം. യന്ത്രങ്ങളിൽ പരിശോധന നടത്തിയെങ്കിലും അണുബാധ കണ്ടെത്താനായില്ലെന്നും സൂപ്രണ്ട് വ്യക്തമാക്കി. 24 ആലപ്പുഴ. തനിക്കും ഒപ്പമുണ്ടായിരുന്നവർക്കും വധഭീഷണിയുണ്ടായിരുന്നെന്ന് മഹാരാഷ്ട്രയിൽ മതപരിവർത്തനം ആരോപിച്ച് അറസ്റ്റിലായ മലയാളി വൈദികൻ ഫാദർ സുധീർ ജോൺ വില്യംസ്. നിർബന്ധിത മതപരിവർത്തനം നടത്തിയിട്ടില്ല. പിറന്നാൾ ആഘോഷത്തിന് പങ്കെടുക്കാനാണ് അമരാവതിയിലെത്തിയതെന്നും ഫാദർ സുധീറും ഭാര്യ ജാസ്മിൻ വില്യംസും 24നോട് പ്രതികരിച്ചു. അമരാവതിയിലെ വുരുഡ് കോടതിയിൽ നിന്നും ജാമ്യം കിട്ടിയ ശേഷം നാഗ്പൂരിനടുത്തുള്ള കൊണ്ടാലിയിലെ ചെറുവീട്ടിലാണ് ഫാദർ സുധീറും ഭാര്യയും പുതുവത്സര രാത്രിയിൽ തങ്ങിയത്. രാവിലെ ചില നാട്ടുകാരും വീട്ടിലേക്കെത്തി. തുടർച്ചയായ ഭീഷണി തനിക്കുണ്ടെന്ന് പറയുകയാണ് ഫാദർ സുധീർ. ഭീഷണികൾ ഉണ്ടായിട്ടുണ്ട്. വധഭീഷണിയാണ് കൂടുതലുണ്ടായിട്ടുള്ളത്. അല്ലാതെ വധഭീഷണി എന്ന് പറയുമ്പോൾ ഒരു വടിയെടുത്ത് പുറകിൽ നിന്ന് ഓടുന്ന സന്ദർഭങ്ങൾ പോലും ഉണ്ടായിട്ടുണ്ട് പല സന്ദർഭങ്ങളിലും. സംഭവം നടന്ന വീട്ടിൽ മതപരിവർത്തനത്തിന് പണവും ജോലിയും വാഗ്ദാനം ചെയ്തെന്നാണ് FIR. ഒരാൾ നൽകിയ മൊഴി മാത്രമാണ് ഇക്കാര്യത്തിലുള്ളത്. ആരെങ്കിലും പണം കൊടുത്തെന്ന് പറഞ്ഞിട്ട് മതത്തിലോട് മാറും. ഇപ്പം ഈ കേൾക്കുന്ന ആരുടെ അടുത്താണെങ്കിലും നിങ്ങൾക്ക് പൈസ തരാമെന്ന് പറഞ്ഞാൽ നിങ്ങൾ മാറി വരുമോ? അപ്പോൾ എൻ്റെ അടുത്ത് പോലീസിൻ്റെ അടുത്ത് രഹസ്യമായിട്ട് ചോദിച്ചൊരു കാര്യം അങ്ങനെയാണ്, നിങ്ങൾക്ക് ഒരാളിനെ മതപരിവർത്തനം നടത്തി എത്ര രൂപ കിട്ടുമെന്നൊക്കെ ചോദിച്ചു. ഭാര്യ ജാസ്മിനും നടന്ന സംഭവങ്ങളിലെ ദുഃഖം പങ്കുവച്ചു. ഇറങ്ങിയപ്പോൾ ഒരു സങ്കടം തോന്നി. ഒരു തെറ്റും ചെയ്യാതെ പോലീസ് സ്റ്റേഷൻ കയറേണ്ടി വന്നല്ലോ എന്ന ഒരു ടെൻഷൻ തോന്നി. സമീപകാലത്ത് നടന്ന സമാനമായ അക്രമ സംഭവങ്ങളുടെ ഒരു തുടർച്ച തന്നെയാണ് നാഗ്പൂരിലും സംഭവിച്ചത്. തൽക്കാലം ജാമ്യം കിട്ടിയെങ്കിലും ദീർഘനാളത്തെ ഒരു നിയമ പോരാട്ടവും ഒപ്പം അരക്ഷിതമായ ഒരു സാഹചര്യത്തെയും വൈദികൻ നേരിടേണ്ടതുണ്ട്. അമരാവതിയിൽ നിന്നും വരുൺ വടശ്ശേരിക്കൊപ്പം ശ്രീനാഥ് ചന്ദ്രൻ, 24. തിരുവനന്തപുരം വർക്കലയിൽ 19-കാരി ശ്രീകുട്ടിയെ മദ്യപൻ ട്രെയിനിൽ നിന്ന് തള്ളിയിട്ട സംഭവത്തിൽ കുറ്റപത്രം നൽകി റെയിൽവേ പോലീസ്. പനച്ചമൂട് സ്വദേശി സുരേഷ് കുമാറാണ് പ്രതി. സംഭവം നടന്ന 60 ദിവസം തികയും മുമ്പാണ് കുറ്റപത്രം നൽകിയത്. കഴിഞ്ഞ നവംബർ 2-നാണ് പാലോട് സ്വദേശിനിയായ ശ്രീകുട്ടിയെ പനച്ചിമൂട് സ്വദേശി സുരേഷ് കുമാർ ട്രെയിനിൽ നിന്ന് ചവിട്ടി താഴെയിട്ടത്. സംഭവം നടന്ന 60 ദിവസത്തിന് മുന്നേ പോലീസ് കുറ്റപത്രം സമർപ്പിച്ചു. തിരുവനന്തപുരം CJM കോടതിയിലാണ് റെയിൽവേ പോലീസ് കുറ്റപത്രം സമർപ്പിച്ചത്. കേസിൽ സുരേഷ് കുമാർ മാത്രമാണ് പ്രതി. ഇയാൾക്കെതിരെ വധശ്രമവും റെയിൽവേ പോലീസ് ആക്ട് പ്രകാരമുള്ള വകുപ്പുകളും ചുമത്തി. ട്രെയിനിൽ വെച്ച ശ്രീകുട്ടി പുകവലി ചോദ്യം ചെയ്തതിനുള്ള വൈരാഗ്യം കാരണമാണ് സുരേഷ് ആക്രമണം നടത്തിയത് എന്നാണ് കുറ്റപത്രത്തിൽ പറയുന്നത്. കേസിൽ 80ഓളം സാക്ഷികളുണ്ട്. കുറ്റപത്രത്തിനൊപ്പം കേസിൽ സ്പെഷ്യൽ പ്രോസിക്യൂട്ടറെ നിയമിക്കണമെന്ന അപേക്ഷയും പോലീസ് കോടതിയിൽ സമർപ്പിച്ചു. അപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ ശ്രീകുട്ടി തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ചികിത്സയിലായിരുന്നു. കഴിഞ്ഞയാഴ്ച വിദഗ്ധ ചികിത്സയ്ക്കായി കൊച്ചിയിലെ അമൃത ഹോസ്പിറ്റലിലേക്ക് മാറ്റി. 24 തിരുവനന്തപുരം. കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ നയിക്കുന്ന കേരള യാത്രയ്ക്ക് കാസർഗോഡ് ഇന്ന് തുടക്കമാകും. കേരള മുസ്ലിം ജമാഅത്തിന്റെ നേതൃത്വത്തിൽ മനുഷ്യർക്കൊപ്പം എന്ന പ്രമേയത്തിലാണ് തിരുവനന്തപുരം വരെയുള്ള യാത്ര. നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തു നിൽക്കെ വലിയ രാഷ്ട്രീയ ചർച്ചകൾക്ക് വഴി തുറന്നാണ് കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ കേരള യാത്ര നയിക്കുന്നത്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിനേറ്റ തിരിച്ചടിയും സാമുദായിക ഏകീകരണവും യാത്രയിലുടനീളം ചർച്ചയാവും. എന്നും ഇടതുപക്ഷത്തിനൊപ്പം നിന്ന കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ
കേരളയാത്രയിൽ എന്ത് നിലപാട് സ്വീകരിക്കുമെന്നതും ശ്രദ്ധേയം. മംഗലാപുരം ഉള്ളാർ ദർഗയിൽ നിന്ന് ആരംഭിക്കുന്ന യാത്ര വൈകിട്ടോടെ കാസർഗോഡ് ജില്ലയിലേക്ക് പ്രവേശിക്കും. സമസ്തയുടെയും പോഷക സംഘടനകളുടെയും നേതാക്കളാണ് യാത്രയിലെ സ്ഥിരമംഗങ്ങൾ. മുൻപ് 1999-ലും 2012-ലുമാണ് കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ കേരളയാത്ര നടത്തിയത്. 24 കാസർഗോഡ്. കേരള ബ്ലാസ്റ്റേഴ്സ് നായകൻ അഡ്രിയാൻ ലൂണ താൽക്കാലികമായി ക്ലബ്ബ് വിട്ടു. ലോണിൽ താരം വിദേശ ക്ലബിലേക്ക് ചേക്കേറും. ആരാധകരെ ഞെട്ടിച്ച നിരാശയിലാക്കി കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പുതുവർഷ ദിനത്തിലെ പ്രഖ്യാപനം. ഇതിഹാസ താരവും നായകനുമായ അഡ്രിയാൻ ലൂണ താൽക്കാലികമായി ക്ലബ്ബ് വിടുന്നു. ഈ സീസണിലെ ശേഷിക്കുന്ന സമയത്തേക്ക് വിദേശ ക്ലബിലേക്കാണ് ലൂണ ലോണിൽ പോവുക. പരസ്പര ധാരണയോടെ താരവും ക്ലബ്ബും എടുത്ത തീരുമാനമെന്നാണ് ബ്ലാസ്റ്റേഴ്സിന്റെ സമൂഹമാധ്യമ പോസ്റ്റ്. ISL അനിശ്ചിതത്വമാണ് ക്ലബ്ബ് താൽക്കാലികമായി വിടാൻ താരത്തെ പ്രേരിപ്പിച്ചതെന്നാണ് വിവരം. 2021-ൽ കേരള ബ്ലാസ്റ്റേഴ്സിലെത്തിയ യുറുഗൈൻ താരമായ അഡ്രിയാൻ ലൂണ ക്ലബിനായി ഏറ്റവും കൂടുതൽ മത്സരങ്ങൾ കളിച്ച വിദേശ താരമാണ്. വിവിധ ടൂർണമെന്റുകളിലായി 87 മത്സരങ്ങളിലാണ് ലൂണ ബ്ലാസ്റ്റേഴ്സിന്റെ കുപ്പായമണിഞ്ഞത്. 15 ഗോളുകളും 26 അസിസ്റ്റും സ്വന്തമാക്കി. കഴിഞ്ഞ സീസൺ മുതൽ തന്നെ ലൂണ കേരള ബ്ലാസ്റ്റേഴ്സ് വിടുമെന്ന അഭ്യൂഹങ്ങളുണ്ടായിരുന്നു. നിലവിൽ വായ്പാ അടിസ്ഥാനത്തിലാണ് ക്ലബ്ബ് വിടുന്നതെങ്കിലും ഇനി താരം തിരിച്ചുവരുമോ എന്ന കടുത്ത ആശങ്കയും ആരാധകർക്കുണ്ട്. സ്പോർട്സ് ഡെസ്ക് 24. പക്ഷിപ്പനിയെ തുടർന്ന് ആലപ്പുഴയിൽ ചിക്കൻ വിഭവങ്ങൾക്കുണ്ടായിരുന്ന നിയന്ത്രണം നീക്കി. ഹോട്ടലുകളിൽ ചിക്കൻ വിഭവങ്ങളും മുട്ടയും തിരിച്ചെത്തി. അവശതയുള്ള കൂടുതൽ താറാവുകളുടെ സാമ്പിളുകൾ പരിശോധനയ്ക്ക് അയച്ചു. 6 ദിവസത്തിന് ശേഷമാണ് ചിക്കൻ നിരോധനം നീക്കിയത്. ജില്ലയിൽ കോഴികളിൽ പക്ഷിപ്പനി സ്ഥിരീകരിച്ചെങ്കിലും മുൻകരുതൽ നടപടികളുടെ ഭാഗമായിരുന്നു നിരോധനം. ക്രിസ്മസ്, ന്യൂ ഇയർ വിനോദസഞ്ചാര സീസണുകൾക്കിടെയുണ്ടായ ചിക്കൻ നിരോധനത്തിനെതിരെ വലിയ പ്രതിഷേധമുയർന്നിരുന്നു. കോഴികളിലേക്ക് രോഗവ്യാപന സാധ്യതയില്ലെന്ന വിലയിരുത്തലിലാണ് ന്യൂ ഇയർ രാത്രി ജില്ലാ ഭരണകൂടം നിരോധനം പിൻവലിച്ചത്. ആലപ്പുഴയിലെ ജനങ്ങളെല്ലാവരും വളരെ സന്തോഷത്തിലാണ്. അതുകൊണ്ട് 10 ദിവസത്തോളം ആറായി. ഇന്നലെ വൈകുന്നേരം തന്നെ അതിൻ്റെ ഒരു റിപ്പോർട്ട് വന്നതിന് ശേഷം ഇന്നെല്ലാവരും ലൈവായിട്ട് ചിക്കൻ കടകളും ഹോട്ടലുകളൊക്കെ വളരെ സജീവമായി. ചിക്കൻ വിഭവങ്ങൾ മാത്രം വിൽക്കുന്ന ഹോട്ടലുകളും എല്ലാവരും രംഗത്ത് വളരെ സന്തോഷത്തോടുകൂടിയാണ് 2026-നെ വരവേറ്റിരിക്കുന്നത്. ജില്ലയിലെ താറാവുകളിൽ രോഗം പടരുന്നത് പൂർണ്ണമായി മാറിയിട്ടില്ല. അവശതയുള്ള താറാവുകളുടെ സാമ്പിളുകൾ ഭോപ്പാലിലെ പരിശോധനാ ലാബിലേക്ക് അയച്ചു. ആവശ്യമെങ്കിൽ കടുത്ത നിയന്ത്രണങ്ങൾ തുടരേണ്ടി വരുമെന്ന് ജില്ലാ ഭരണകൂടം അറിയിച്ചു. 24 ആലപ്പുഴ. 5ാമത് IV ദാസ് പുരസ്കാരം ഗാനരചയിതാവും സംഗീത സംവിധായകനുമായ കൈതപ്രം ദാമോദരൻ നമ്പൂതിരിക്ക്. മാധ്യമപ്രവർത്തന മികവിനുള്ള പുരസ്കാരം 24 അസോസിയേറ്റ് എക്സിക്യൂട്ടീവ് എഡിറ്റർ ദീപക് ധർമ്മടത്തിന് ലഭിച്ചു. 10,000 രൂപയും ശില്പവുമാണ് പുരസ്കാരം. ഈ മാസം 11-ന് കോഴിക്കോട് സ്പോർട്സ് കൌൺസിൽ ഹാളിൽ നടക്കുന്ന ചടങ്ങിൽ അവാർഡ് സമ്മാനിക്കും. തൃശൂർ മറ്റത്തൂർ പഞ്ചായത്തിലെ കൂട്ടക്കൂറുമാറ്റത്തിൽ BJP പിന്തുണയെ എതിർത്ത അംഗത്തെ സ്വാധീനിക്കാൻ ശ്രമിച്ച് കോൺഗ്രസ് വിമത നേതാവ് അക്ഷയ് സന്തോഷിനെയാണ് വിമത നേതാവ് TM ചന്ദ്രൻ സ്വാധീനിക്കാൻ ശ്രമിച്ചത്. ഇരുവരും തമ്മിലുള്ള ഫോൺ സംഭാഷണത്തിന്റെ ശബ്ദരേഖ 24-ന് ലഭിച്ചു. വിവാദമായ മറ്റത്തൂർ കൂട്ടക്കൂറുമാറ്റത്തിൽ KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ് ഇടപെട്ട് അനുനയ നീക്കം നടക്കുന്നതിനിടെയാണ് വിമത നേതാക്കളെ വെട്ടിലാക്കി ശബ്ദരേഖ വരുന്നത്. BJP ബന്ധത്തെ തള്ളിപ്പറഞ്ഞ പഞ്ചായത്തംഗം അക്ഷയ് സന്തോഷിനെ സ്വാധീനിക്കാൻ TM ചന്ദ്രൻ ശ്രമിക്കുന്നതിന്റെ തെളിവാണ് 24-ന് ലഭിച്ചത്. ഹലോ, ഞാൻ പറഞ്ഞു നമുക്ക് BJP സപ്പോർട്ട് കിട്ടിയ എല്ലാ സാധനങ്ങളും രാജിവെച്ചതിന് ശേഷം ഞാൻ വരുള്ളൂ. എനിക്ക് വലിയ നാണക്കേട് ചുമന്നിറക്കാൻ. എനിക്ക് BJP യാതൊരു ബന്ധവും എനിക്ക് താല്പര്യമില്ല. അല്ല, നീ ഒരു കാര്യം ചെയ്യേ, നീ BJP-യുമായിട്ട് നമുക്ക് യാതൊരു ബന്ധമില്ലാന്ന് പറയാനായിട്ട് തൃശ്ശൂർ നമ്മൾ 9 മെമ്പർമാരും കൂടി പത്രസമ്മേളനം വിളിച്ചേക്കാണ്. ബന്ധമില്ലാന്ന് അതാണ് ഇപ്പൊ മൊത്തം ചർച്ച നടക്കണേ. ബാക്കിയുള്ള 8 മെമ്പർമാരും നിന്റെ കൂടെ ഇല്ലേ? ബാക്കിയുള്ള 8 മെമ്പർമാരുടെ കാര്യമല്ല നോക്കണം, ഞാൻ എന്റെ കാര്യം നോക്കണം. തങ്ങളോടൊപ്പം നിൽക്കണമെന്നും BJP-യുമായി ബന്ധമില്ലെന്ന് പത്രസമ്മേളനത്തിൽ പറയണമെന്നും പറയുന്ന ചന്ദ്രന്റെ ആവശ്യം അക്ഷയ് സന്തോഷ് നിരാകരിക്കുന്നുണ്ട്. ഒരുമിച്ചെടുത്ത തീരുമാനത്തിൽ ഭയപ്പെടേണ്ടതില്ലെന്നും ഒന്നിച്ചു നിൽക്കണമെന്നും ചന്ദ്രൻ പറയുന്നുണ്ടെങ്കിലും BJP ബന്ധത്തിന് തയ്യാറല്ലെന്നും പഞ്ചായത്ത് അംഗത്വം രാജിവെക്കുമെന്നുമാണ് അക്ഷയ് മറുപടി നൽകുന്നത്. അല്ലേ, അവരെന്താ പറയാത്ത ഒറ്റയ്ക്ക് പറഞ്ഞോളൂ അവർക്ക്. അങ്ങനെ ഒറ്റയ്ക്ക് പറഞ്ഞ നമ്മൾ ഒരുമിച്ചെടുത്ത ഒരു തീരുമാനമല്ലേ? ഞാൻ രാജിവെച്ചോളാം. വേണ്ടെന്ന് ഞാൻ മെമ്പർസാണ് രാജിവെച്ചോളാം. വേണ്ട, അക്ഷയ്ക്ക് പറയാനുള്ള കാര്യങ്ങൾ നമ്മൾ 2 മണിക്ക് നമ്മൾ തൃശ്ശൂർ പത്രസമ്മേളനം വിളിച്ചിട്ടുണ്ടോ? ഞാൻ വലിയ BJP സപ്പോർട്ടോടെ പ്രസിഡന്റ് ആയ ആള് രാജിവെക്കാണ്. ഞാൻ വലിയ പാർട്ടിക്കൊറ്റ നിലപാടാണുള്ളതെന്നും വർഗീയ ശക്തികളുമായി കൂട്ടുകൂടില്ലെന്നും കോൺഗ്രസ് നേതാക്കൾ. അവര് ഒരു സ്വതന്ത്രരെ പിന്തുണച്ചു. അവർക്ക് BJP കൂടി സപ്പോർട്ട് ചെയ്തു. അതാണ് പാർട്ടി
യുടെ നിലപാടിന് വ്യത്യസ്തമായിട്ടുള്ള നിലപാടാണ്. അതിനാണ് നടപടിയെടുത്തത്. അത് പിൻവയ്ക്കുകയും മറ്റു കാര്യങ്ങളും ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ ആ നടപടിയെക്കുറിച്ച് പാർട്ടി ഗൗരവമായിട്ട് അവരുമായിട്ട് ചർച്ച ചെയ്യുന്നുണ്ട്. പാർട്ടി നിലപാട് വ്യക്തമാണ്. പാർട്ടിയുടെ താല്പര്യങ്ങൾ അനുസരിച്ച് മുന്നോട്ട് പോവുക എന്നുള്ളത് മാത്രമായിരിക്കും. അതിന് സംശയമില്ല. വർഗീയ സംഘടനകളുമായിട്ടുള്ള ഒരു ബന്ധവും പാർട്ടിക്കുണ്ടാവില്ല. അതേസമയം മറ്റത്തൂരിലെ വിമതർക്കൊപ്പം ഔദ്യോഗിക പക്ഷത്തെ കോൺഗ്രസ് പ്രവർത്തകരുമായും ചർച്ച നടത്തിയ KPCC പ്രസിഡന്റോ റോജി എം ജോൺ MLAയോ പ്രശ്നത്തിൽ ഉടൻ നടപടി സ്വീകരിക്കുമെന്നും പരസ്യ പ്രതികരണം അരുതെന്നുമാണ് ഇരുവിഭാഗത്തിനും KPCC നൽകിയിരിക്കുന്ന നിർദ്ദേശം. 24 തൃശൂർ. 1 PM ന്യൂസ് പൂർണ്ണമാവുകയാണ്.